ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. അപ്പോൾ ഇത് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. ലെവൽ 23 ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നമുക്ക് തുടങ്ങാം. ലെവൽ 23 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതിനായി അധികാരപ്പെടുത്തിയ മറ്റ് വ്യക്തി ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അത്തരം ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും സെക്ഷൻ 19 പ്രകാരമുള്ള അയോഗ്യതയ്ക്കോ അസാധുവാക്കൽ നടപടിക്കോ വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. ഓപ്ഷൻസ് നോക്കാം. മദ്യപിച്ചോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയോ വാഹനം ഓടിക്കുന്നത്, സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, സാധുവായുള്ള PUCC ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, സാധുവായ ഒരു പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതിനായി അധികാരപ്പെടുത്തിയ മറ്റ് വ്യക്തി ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അത്തരം ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും സെക്ഷൻ 19 പ്രകാരമുള്ള അയോഗ്യതയ്ക്കോ അസാധുവാക്കൽ നടപടിക്കോ വേണ്ടി അത് ലൈസൻസ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. വിശ്വസിക്കാൻ കാരണമുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ലെവൽ 1 നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ 2 ഇതിൻ്റെ ആൻസർ വരുന്നത് സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ വാഹനം ഓടിക്കുന്നത് എന്നാണ്. മൂന്നാമത്തെ ചോദ്യം ഇതുപോലെ തന്നെ വേറൊരു ചോദ്യമാണ്. ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതിനായി അധികാരപ്പെടുത്തിയ മറ്റ് വ്യക്തി ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അത്തരം ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും സെക്ഷൻ 19 പ്രകാരമുള്ള അയോഗ്യതയ്ക്കോ അസാധുവാക്കൽ നടപടിക്കോ വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. ഇതിൻ്റെ ആൻസർ ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നത് എന്നാണ്. നാലാമത്തെ ചോദ്യം. ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതിനായി അധികാരപ്പെടുത്തിയ മറ്റ് വ്യക്തി ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അത്തരം ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും സെക്ഷൻ 19 പ്രകാരമുള്ള അയോഗ്യതയ്ക്കോ അസാധുവാക്കൽ നടപടിക്കോ വേണ്ടി അത് ലൈസൻസ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻസ് നോക്കാം. ഹെൽമറ്റ് ധരിക്കാതെ പില്ലൻ റൈഡറേയും കൊണ്ട് വാഹനം ഓടിക്കുന്നത്, സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, സാധുവായ ഒരു പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഹെൽമറ്റ് ധരിക്കാതെ പില്ലൻ ഡ്രൈവറേയും കൊണ്ട് വാഹനം ഓടിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇതിനായി അധികാരപ്പെടുത്തിയ മറ്റ് വ്യക്തി ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അത്തരം ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും സെക്ഷൻ 19 പ്രകാരമുള്ള അയോഗ്യതയ്ക്കോ അസാധുവാക്കൽ നടപടിക്കോ വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. ഇവിടെയും സീറ്റ് ബെൽറ്റിൻ്റെ കാര്യമുണ്ട്, PUCC ഇല്ലാതെ വാഹനം ഓടിക്കുന്ന കാര്യമുണ്ട്, എമർജൻസി വാഹനത്തെ കടത്തിവിടാതെയോ തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്യുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നു എന്നുണ്ട്, രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഉപയോഗിക്കുന്നു എന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം. അപ്പോൾ ഈ ഒരു 5 ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ 5 ചോദ്യത്തിലും മൊത്തം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലൈസൻസ് പിടിച്ചെടുത്തിട്ട് അതോറിറ്റിക്ക് കൈമാറുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായിരിക്കാം ഇത് വളരെ റിക്വസ്റ്റ് വന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ ചോദ്യവും ഒരുപോലെ തന്നെ ഉണ്ടല്ലേ. കൈമാറാവുന്നതാണ് എല്ലാം ഒരു ചോദ്യമാണ്. പക്ഷെങ്കിൽ അതിൽ 5 ആൻസർ വന്നത് ഏതൊക്കെയാണ്? 1 ആൻസർ വന്നത് അപ്പോൾ ആദ്യത്തെ ആൻസർ വന്നത് മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള വ്യക്തി വാഹനം ഓടിക്കുന്നു എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. രണ്ടാമത്തത് സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ വാഹനം ഓടിക്കുന്നതും പിടിച്ചെടുക്കാനും സെക്ഷൻ 19 പ്രകാരമുള്ള ഇത് അയോഗ്യതയ്ക്കും കാരണമാകൂ എന്നുള്ളതായിരുന്നു. മൂന്നാമത്തത് ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നതായിരുന്നു. നാലാമത്തത് ഹെൽമറ്റ് ധരിക്കാതെ പില്ലൻ റൈഡറേയും കൊണ്ട് വാഹനം ഓടിക്കുന്നതായിരുന്നു. അഞ്ചാമത്തത് എമർജൻസി വാഹനത്തെ കടത്തിവിടാതെ
തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നതായിരുന്നു. ഈ 5 കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? അയോഗ്യത നടപടിക്കോ അസാധുവാക്കൽ നടപടിക്കോ വേണ്ടി ലൈസൻസ് അതോറിറ്റിക്ക് കൈമാറി നിങ്ങളെ അയോഗ്യരാക്കാൻ പോലീസിന് കഴിയും എന്നുള്ള ഒരു 5 ഇതാണ്. അപ്പോൾ ഈ 5 ഓപ്ഷന് നിങ്ങൾ പഠിച്ചു വെക്കുക. ചോദ്യം ഒരുപോലെയാണ്, അതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു സംശയം വന്നത്. അപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ ആണ്, അതിന് ആൻസർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ആൻസർ 5ഉം നന്നായി പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അതിൽ ഈ 5-ൽ ഏതെങ്കിലും ഒന്നും ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ആയിരിക്കും തരിക. അപ്പോൾ ഈ ഒരു 1 കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആ 1 എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അല്ലാതെ നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഈ 5 ചോദ്യവും 5ഉം വേറെ ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആണ്. അതായിരിക്കാം ലെവൽ 23 ചെയ്യാൻ ഇത്രയും റിക്വസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. അപ്പം പിഴകളുടെ ചോദ്യങ്ങളാണ് 6ാമത്തെ ചോദ്യം. അപ്പോൾ ഈ 5 ചോദ്യത്തിനും 5 ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആണ് അല്ലേ. 5 ചോദ്യത്തിൽ ഹെൽമെറ്റ് പില്ലിയൻ ഡ്രൈവർ ധരിക്കാതെ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, പിന്നെ സാധുവായ PUCC സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഉള്ളത്, എമർജൻസി വാഹനത്തെ കടത്തി വിടാതെ ഉള്ളത്, പിന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ 5 ചോദ്യത്തിനും 5 ഒറ്റ ആൻസറാണ് ഒരേ ഡിഫറൻസ് ആൻസേഴ്സ് ആണ് ഈ ഒരു 5 ചോദ്യത്തിനും കൂടി വന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 5 ഡിഫറെൻറ്റ് ആൻസേഴ്സും പഠിക്കുക, ഈ ഒരു ചോദ്യവും പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഈ ഒരു ചോദ്യം തന്നിട്ട് ഈ 5-ൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷനും പിന്നെ വേറെ ഏതെങ്കിലും 3 ഓപ്ഷനും തന്നിട്ടായിരിക്കും നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 5-ൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ആൻസർ കൊടുക്കാവുന്നതാണ്. ഈ ഒരു കൺഫ്യൂഷൻ വന്നതുകൊണ്ടാവാം ഈ ലെവൽ 23ക്ക് ഇത്രയും റിക്വസ്റ്റ് വന്നത്. ഓക്കെ, ഇനി നമ്മുടെ പിഴകളാണ്. ഇതും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. വാഹനം ഓടിക്കുമ്പോൾ അഗ്നിശമന സേനയുടെ ആംബുലൻസോ മറ്റ് എമർജൻസി വാഹനമോ സമീപിക്കുമ്പോൾ റോഡിൻ്റെ വശത്തേക്ക് തൻ്റെ വാഹനത്തെ മാറ്റുന്നതിൽ വീഴ്ച വരുത്തുന്ന ഡ്രൈവർക്ക് പരമാവധി പിഴ എത്രയാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് 1000, 2000, 5000, 10000 എന്നുണ്ട്. ഈ ഒരു കാര്യം വളരെ ഗൗരവമുള്ളതാണ് അല്ലേ. എമർജൻസി വാഹനം നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ റോഡിൻ്റെ വശത്തേക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഈ പിഴകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും വലിയ പിഴ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഏതാണ് പിഴ? 10000 രൂപയാണ് പിഴ. അത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനിയും ഒരു പിഴയുടെ ചോദ്യമാണ്. മോട്ടോർ വാഹന നിയമത്തിന് കീഴിൽ നിർദ്ദേശങ്ങൾ നൽകാൻ അധികാരമുള്ള ഏതെങ്കിലും വ്യക്തിയോ അധികാരമോ നിയമപരമായി നൽകുന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങളോ മനഃപൂർവ്വം ലംഘിച്ചു അല്ലെങ്കിൽ അത്തരം വ്യക്തിയെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ തടസ്സപ്പെടുത്തി മറ്റൊരു പിഴയും ഈ കുറ്റത്തിന് നൽകിയിട്ടില്ലെങ്കിൽ ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് 1000, 2000, 5000, 10000. 1000, 2000, 10000, 5000. ഇതിൽ ആൻസർ ഏതാണ്? 2000 രൂപയാണ് പിഴ. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. ഇതും പിഴയുടെ ക്വസ്റ്റ്യൻ ആണ്. മോട്ടോർ വാഹന നിയമപ്രകാരം ഏതെങ്കിലും വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടുകയും അത്തരം വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ തനിക്ക് തെറ്റാണെന്നറിയാവുന്നതോ സത്യമാണെന്ന് വിശ്വസിക്കാത്തതോ ആയ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ മറ്റൊരു പിഴയും ഈ കുറ്റത്തിന് നൽകിയിട്ടില്ലെങ്കിൽ ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഇപ്പോൾ ഇതിൽ ഈ പിഴ ചോദ്യത്തിലെ പരമാവധി പിഴയും ഉണ്ടാവും, 2ാമത്തെ പിഴ എന്ന് പറഞ്ഞിട്ടുള്ളതും ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലിപ്പോൾ ഒരു മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിങ്ങളോട് ചോദിച്ചു. അപ്പം നിങ്ങൾ ആ വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചു വെച്ചു അല്ലെങ്കിൽ തനിക്ക് തെറ്റാണെന്നറിയാവുന്നതോ സത്യമെന്ന് വിശ്വസിക്കാത്തതായ വിവരങ്ങൾ നൽകുന്നു. ഓക്കെ, ആ ഒരു കുറ്റത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണ് പിഴ കിട്ടിയെന്ന് ആണ് ചോദ്യം. ഇതിൻ്റെ ആൻസറും 2000 രൂപ പിഴയാണ്. അപ്പോൾ 9ാമത്തെ ചോദ്യം നോക്കാം. ഒരു മോട്ടോർ വാഹനത്തിൻ്റെ ഉടമ മോട്ടോർ വാഹന നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം അനുവദനീയമല്ലാത്ത വിധത്തിൽ തൻ്റെ വാഹന ഭാഗങ്ങൾ പുനർക്രമീകരിക്കുന്നതുൾപ്പെടെ മോട്ടോർ വാഹനത്തിൽ രൂപമാറ്റം വരുത്തിയാൽ ലഭിക്കുന്ന പരമാവധി പിഴ. മോട്ടോർ വാഹനത്തിൽ രൂപമാറ്റം, അതായത് നിയമം ലംഘിച്ചിട്ട് രൂപമാറ്റം വരുത്തുന്ന ആൾക്ക് കിട്ടുന്ന പരമാവധി പിഴ 5000 രൂപ പിഴയാണ്. ഓക്കെ, നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. പിഴയുടെ ചോദ്യം അവിടെ കഴിഞ്ഞു. ഒരു 6, 7, 8, 9, 4 പിഴകളുടെ ചോദ്യമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. HSRP കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്?
ഓപ്ഷൻസ്: അതിസുരക്ഷാ രജിസ്ട്രേഷൻ പ്ലേറ്റ്, ഹോളോഗ്രാം സ്റ്റാമ്പ് ചെയ്ത രജിസ്ട്രേഷൻ പ്ലേറ്റ്, ഹീറ്റ് സ്റ്റാമ്പ് ചെയ്ത രജിസ്ട്രേഷൻ പ്ലേറ്റ്. മുകളെ പറഞ്ഞു എല്ലാം. HSRP എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇത് തോന്നുന്നില്ലേ, എടുപ്പ് തോന്നുന്നില്ലേ? അപ്പോൾ അതെന്തായിരിക്കും? അതിസുരക്ഷാ രജിസ്ട്രേഷൻ പ്ലേറ്റ് ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. 11ാമത്തെ ചോദ്യം. ഇനി HSRP ഘടിപ്പിച്ച മോട്ടോർ കാറിൽ എത്ര സ്ഥലങ്ങളുടെ രജിസ്ട്രേഷൻ മാർക്ക് പ്രദർശിപ്പിക്കും? HSRP ഘടിപ്പിച്ച മോട്ടോർ കാറിൽ എത്ര സ്ഥലങ്ങളുടെ രജിസ്ട്രേഷൻ മാർക്ക് പ്രദർശിപ്പിക്കും? ഓപ്ഷൻസ് 2, 3, 4, 5. ഇതിൻ്റെ ആൻസർ 3 ആണ്. അപ്പോൾ HSRP നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടു. ഇവിടെ കണ്ടില്ലേ, HSRP കൊണ്ട് എന്താണ് അർത്ഥമാക്കും? അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ആണ് അല്ലേ? അപ്പോൾ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് എവിടെയൊക്കെ എത്ര സ്ഥലങ്ങളിൽ കാറിൽ പ്രദർശിപ്പിക്കുമെന്നാണ് ചോദ്യം. അതിൽ 3 ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഇനിയും HSRPയെ കുറിച്ചുള്ള ചോദ്യം തന്നെയാണ്, അല്ല അത് കഴിഞ്ഞല്ലേ. ഓക്കെ, 12ാമത്തെ ചോദ്യം. ഒരേ ദിശയിൽ പല ലൈനുകളായി തിരിച്ചിരിക്കുന്ന ക്യാരേജ് വേയിൽ ഒരു ഹെവി വാഹനമോ സ്പീഡ് നിയന്ത്രിത വാഹനമോ ഓടിക്കേണ്ടത് ഏത് പാതയിലാണ്? ഒരേ ദിശയിൽ പല ലൈനുകളായി തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അത് വൺ വേ ആണ്. അപ്പോൾ അവിടുത്തെ വേയിൽ ഒരു ഹെവി വാഹനമോ സ്പീഡ് നിയന്ത്രിത വാഹനമോ ഓടിക്കേണ്ടത് ഏത് പാതയിലാണ്? ഇടത്തെ പാതയിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം ചോദിക്കാം. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാലുള്ള ശിക്ഷ എന്താണ്? 500 രൂപ പിഴ, 500 രൂപ പിഴയും ലൈസൻസ് അയോഗ്യതയും, 1000 രൂപ പിഴ, 1000 രൂപ പിഴയും ലൈസൻസ് അയോഗ്യതയും. അപ്പോൾ വാഹനം ഓടിച്ചാലുള്ള ശിക്ഷ എന്താണ്? 1000 രൂപ പിഴയാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ 1000 രൂപ നിങ്ങൾ കൊടുക്കണം. ഇനി 14. നല്ല സമരിയൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: വാഹനം തകരാറ് പരിഹരിക്കാൻ സഹായം നൽകുന്ന വ്യക്തി, അപകടത്തിൽപ്പെടുന്ന വ്യക്തിക്ക് സഹായം നൽകുകയോ അല്ലെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയോ ചെയ്യുന്ന വ്യക്തി, അപകട സ്ഥലത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്ന വ്യക്തി, ഗ്രാമീണ മേഖലയിൽ ഗതാഗതം ക്രമീകരിക്കുന്ന വ്യക്തി. ഇപ്പോൾ ഗുഡ് സമരിറ്റൻ നിയമത്തിൽ എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് സമരിറ്റൻ നിയമം എന്ന് പറയുന്നത് അപകടത്തിൽപ്പെടുന്ന വ്യക്തിക്ക് സഹായം നൽകി അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഗുഡ് സമരിറ്റൻ എന്ന് പറയുന്നത്. പലരും പണ്ടൊക്കെ നിയമങ്ങൾ കുറച്ചിതായപ്പോൾ ആരൊന്നും സഹായിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. റോഡിലൊക്കെ അപകടം പറ്റി കഴിഞ്ഞ ആൾക്കാരൊക്കെ സഹായിച്ചാൽ പിന്നെ അതിൻ്റെ നിയമവശങ്ങളൊക്കെ ഓർത്തിട്ട് ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഒരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി ആണ് ആൻസർ. 15ാമത്തെ ചോദ്യം. റോഡിൻ്റെ പശ്ചാത്തലത്തിൽ പച്ച നിറത്തിലുള്ള മാർക്കിംഗ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: ഇരുചക്ര വാഹനങ്ങളുടെ മാത്രം ലൈൻ, ബസ് ബേ, പൊതുഗതാഗത വാഹനങ്ങൾ മാത്രം, സൈക്കിൾ മാത്രം പോകുന്നതിന്. പച്ച നിറത്തിലുള്ള മാർക്കിംഗ് ഉപയോഗിക്കുന്നത് സൈക്കിൾ മാത്രം പോകുന്നതിനാണ്. അതിൽ സൈക്കിൾ മാത്രമേ പോകാൻ പാടുള്ളൂ. സൈക്കിൾ പച്ച സൈക്കിൾ എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്കിത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു വേർഡിനോട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് പഠിച്ചാൽ ആ വേർഡ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും. പിൻഭാഗത്തെ അണ്ടർ റൺ പ്രൊട്ടക്ടറിൻ്റെ കളർ എന്തായിരിക്കണം? ഓപ്ഷൻസ്: ചുവപ്പും വെള്ളയും ഇടവിട്ടുള്ള വരകൾ, മഞ്ഞയും വെള്ളയുമുള്ള സീബ്ര വരകൾ, കറുപ്പും വെള്ളയും ഇടവിട്ടുള്ള വരകൾ, ചുവപ്പും മഞ്ഞയും ഇടവിട്ടുള്ള വരകൾ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം മഞ്ഞയും വെള്ളയുമുള്ള സീബ്ര വരകൾ എന്നാണ്. ബി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ സൈക്കിളിൻ്റെ ഒന്ന് പറഞ്ഞ സൈക്കിളിൻ്റെ ഏത്? പച്ച സൈക്കിളാണ് അല്ലേ? ഒരു വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: വാഹനത്തിൽ കൊണ്ടുപോകാവുന്ന അനുവദനീയമായ ഭാരം, ഒരു വാഹനത്തിൻ്റെ ശൂന്യമായ ഭാരം, വാഹനത്തിൻ്റെ ആകെ ഭാരവും വാഹനത്തിൽ കയറ്റാവുന്ന ചരക്കുകളുടെ അനുവദനീയ ഭാരവും കൂടുന്ന മൊത്തം ഭാരം സാക്ഷ്യപ്പെടുത്തി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നും ശരിയുത്തരമല്ല. ഈ 3 ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ട് പറയുന്നു ഇതൊന്നും ശരിയുത്തരമല്ല. അപ്പോൾ ഇതിലേതോ ശരിയുത്തരം ഉണ്ട്. അപ്പോൾ ഈ സി ആയിരിക്കും ശരിയുത്തരം അല്ലേ? അതെ, ഇതാണ് ആൻസർ. കാരണം എന്താ?
വാഹനത്തിൻ്റെ ആകെ ഭാരവും വാഹനത്തിൽ കയറ്റാവുന്ന ചരക്കുകളുടെ അനുവദനീയ ഭാരവും കൂടുന്ന മൊത്തം ഭാരം സാക്ഷ്യപ്പെടുത്തി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് എന്ത് വെഹിക്കിൾ വെയിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ ഇതിലിപ്പോൾ ചെറിയ ചെറിയ ഓപ്ഷൻസ് അല്ലേ, ഇതിൽ വലിയൊരു ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് സി തന്നെയാണ് അല്ലേ. മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം, അത് പറ്റാത്തവർക്കാണ് പറയുന്നത് സി ഒരു വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സി സെലക്ട് ചെയ്യാം. കാരണം ഇത്രയും വലിയൊരു ഓപ്ഷൻ ഇതിൻ്റെ ഇടയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിച്ചാൽ മതി. ഇനി 18ാമത്തെ ചോദ്യം, ഒരു വാഹനത്തിൻ്റെ അൺലാഡർ വെയിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: വാഹനത്തിൻ്റെ ആകെ ഭാരവും അനുവദനീയമായ ചരക്കുകളുടെ ഭാരവും കൂടുന്നത്, ഡ്രൈവറും അറ്റൻഡറും ഒഴികെയുള്ള വാഹനത്തിൻ്റെ ഭാരം, സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഉൾപ്പെടെ വാഹനത്തിൻ്റെ ആകെ ഭാരം, ഒരു വാഹനത്തിൻ്റെ ശൂന്യമായ ഭാരം. അപ്പോൾ ഇതിൻ്റെ ആൻസറും ഏതാണ്? ഓപ്ഷൻ സി ആണ്. സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഉൾപ്പെടെ വാഹനത്തിൻ്റെ ആകെ ഭാരമാണ് അൺലാഡൻ വെയിറ്റ് അല്ലെ അൺലോഡൻ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരുന്ന ഒരു ലെവൽ 20 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർഡ് ലെവലാണ്. ഓക്കെ, ഹാർഡ്, മീഡിയം, ഈസി ലെവലൊക്കെ കഴിഞ്ഞു. ഇനി മീഡിയം ഹാർഡിലേക്ക് നമ്മൾ പോവാണ്. കുറച്ച് നിങ്ങൾക്ക് നന്നായി ഇരുത്തി പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. 53 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കറൻസി 60 വയസ്സ് വരെ, 65 വയസ്സ് വരെ, 5 വർഷം, 10 വർഷം. 53 വയസ്സായി. അപ്പോൾ ആൻസർ ഏതാണ്? 60 വയസ്സ് വരെയാണ് ആൻസർ. നമുക്ക് ഈ ഒരു ലെവലിലെ 20ാമത്തെ ചോദ്യം നോക്കാം. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കറൻസി എന്നാണ് ഇപ്പോൾ ഈ ഒരു ആപ്പിൽ വരുന്നത്. ഇനി കാലാവധി എന്നാണ് തോന്നുന്നത് കേട്ടോ. ആപ്പിലിപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്. കറൻസി എന്നല്ല, കാലാവധി എന്നാണ്. ഓക്കെ, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി. മുമ്പത്തെ നമ്മളൊരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ ഈ ആൻസർ 3 വർഷമാണ് കേട്ടോ. അപ്പോൾ ഇതും കറൻസി എന്നല്ല, കാലാവധിയാണ്. 53 വയസ്സ് പ്രായമായ ഒരാൾക്ക്, അപ്പോൾ അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 60 വയസ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഇപ്പോൾ ആപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാലാവധി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 20ാമത്തെ ചോദ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലെവൽ 23-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു? ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു ഈ ഒരു ലെവലിൽ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ നമ്മൾ പിഴകളും പിന്നെ ഫസ്റ്റ് ഒരു 5 ചോദ്യങ്ങൾ ഒരേ ചോദ്യങ്ങൾ വിവിധ ആൻസർ വന്നിട്ടുള്ള ഒരു ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിഴകൾ, ശിക്ഷ, അതൊക്കെയാണ് ഈ ഒരു ലെവലിൽ നമ്മൾ കാര്യമായിട്ട് പഠിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.